അതെ. ഇന്നലെ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയ സമയത്ത് നമ്മൾ ജ്യൂസും ഭക്ഷണവും അവിടെ എൻ്റെ ഭക്ഷണമെങ്കിലും നമ്മൾ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചില്ല, അത് വാങ്ങിയില്ല, അത് മാറി എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു അത് നിരാഹാര സമരം എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടി തന്നെയാണ്. പണ്ട് ശബരിമലയുടെ വിഷയം വന്നപ്പോൾ അദ്ദേഹം ഇത് തന്നെയായിരുന്നു ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാനായിരിക്കും. ഈ ജയിൽ അധികൃതർക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള വിവരങ്ങളും നൽകിയിട്ടില്ലെന്നാണ് പറയുന്നത് രാഹുൽ, ഈ നിരാഹാരം തുടരുന്നതുമായി ബന്ധപ്പെട്ട്. അത് ഞാനത് അറിഞ്ഞിട്ടില്ല. കാരണം നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അങ്ങനെ അറിയാൻ പറ്റില്ലല്ലോ ഉള്ളിൽ നിന്നും. പക്ഷെ എന്തായാലും സമരം തുടരുക തന്നെയാണെന്നാണ്. ഞാനിപ്പോൾ ഇന്ന് പോയി ഒന്ന് കാണുന്നുണ്ട്, അപ്പോഴേ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഇന്നലെ രാഹുൽ ജയിലിലേക്ക് പോയപ്പോഴും അവസാനമായി പറഞ്ഞത് കള്ളക്കേസാണ്. ഇത്തരത്തിൽ റിമാൻഡ് പോലും പ്രതീക്ഷിച്ചിരുന്നത്, ഈ അറസ്റ്റിനപ്പുറത്തേക്ക് റിമാൻഡ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല എന്നത്. അതെ, അപ്പോൾ അങ്ങനെ തന്നെയാണോ? ആണ് 100%. കാരണം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ അവർ ഒരു നോട്ടീസും തരാതെയാണ് വന്നത്. അപ്പോൾ ആ ഒരു വീട്ടിൽ നിന്നിട്ട് ലൈവിനകത്ത് തന്നെ കാണാൻ പറ്റും. 7 മണിക്ക് മുമ്പ് തിരിച്ച് എത്താൻ പറ്റുമോ ചോദിച്ചിട്ടാണ് പോണത് തന്നെ. അത് നമുക്കൊരു പ്രതീക്ഷയുമില്ല, ഇതൊരു നോട്ടീസാണോ, ഹാജരാകണം എന്നുള്ള രീതിയിലുള്ളൊരു നോട്ടീസോ ഒന്നും നമുക്ക് വന്നിട്ടില്ല. പക്ഷെ ഇന്നലെ കോടതിയിൽ പറഞ്ഞത് അത് അങ്ങനെ പറഞ്ഞു, നമ്മൾ കൈപ്പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഫുൾ കള്ള കേസാണ്, എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കള്ളമാണ്. പിന്നെ ഇന്നലെ ബെയില് റിജക്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ 75(1) എന്ന് പറയുന്ന ആ സെക്ഷനകത്തുള്ള പറഞ്ഞ ഏതോ വീഡിയോസിനകത്തുള്ള ഏതൊക്കെയോ കോണ്ടന്റ്, അത് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല. ഏത് വീഡിയോയിൽ എക്സാക്ട്ലി ഏത് കോമന്റ് ആണെന്നും പറഞ്ഞിട്ടില്ല. അപ്പം അതിന്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും എന്തായാലും തുടർ നടപടിയിലേക്ക് നമുക്ക് കടക്കാം. അത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇനി അടുത്ത് എന്തായിരിക്കും ഏറ്റവും ബെസ്റ്റ് മൂവ് എന്നുള്ളത് നമ്മുടെ അഡ്വക്കേറ്റ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തീരുമാനമായിട്ടില്ല. നമ്മൾ ഏതാ അറിയില്ല, അത് നമ്മളിങ്ങനെ ആലോചിക്കാൻ തീരുമാനം. ടെക്നോ പാർക്കിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് അന്വേഷണമൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത്, അത്തരത്തിൽ പിന്നീട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അറിയിപ്പോ എന്തെങ്കിലും വന്നിരുന്നു? ഇല്ല, പിന്നൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഒന്നും അവർ പിന്നൊന്നും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച്. ഒരു കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്കൊന്ന് ഇന്ന് കസ്റ്റഡി ആവശ്യപ്പെടുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഇനിയിപ്പം രാഹുലിനെ പോയി മീറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ഞാനൊന്ന് ആലോചിക്കാം. ഇന്നലെ ആ ഓർഡറിൽ കോടതിക്ക് ഗുരുതരമായ പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഈ പരാമർശം നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ലെന്നോ? അപ്പോൾ കോടതി അത്ര ഗൗരവത്തോടു കൂടി എടുക്കുന്നുള്ളല്ലേ? ഈ പരാമർശം ഗൗരവമാണെന്നുള്ള കോടതി തന്നെ വിലയിരുത്തുന്നല്ലേ? അല്ല, ബഹുമാനപ്പെട്ട കോടതിനെ എതിർത്ത് പറയുന്നതല്ല. പക്ഷെ ഇതൊക്കെ ഒരു ജഡ്ജിന്റെ ഡിസ്ക്രിപ്ഷൻ ആണല്ലോ. എന്താണ് വളരെ ഗൗരവമായ പരാമർശം, എന്താണ് അല്ലാത്തെന്നുള്ളതൊക്കെ ഒരു ജഡ്ജിയുടെ ഇതാണല്ലോ. അപ്പം ശരിക്കും ആദ്യം ഈ കേസിന്റെ ഒരു രീതി നോക്കുകയാണെങ്കിൽ തന്നെയുള്ള ആദ്യം പറഞ്ഞത് വിക്ടിമിന്റെ പേരും ഐഡന്റിറ്റി റിവീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാം ബെയിലബിൾ ഒഫൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നോൺ ബെയിലബിൾ ഒഫൻസ് രാത്രിയിലാണ് ചേർത്തത്. അപ്പം പിന്നെ കോടതിയിൽ പറഞ്ഞപ്പോൾ പോലും ഇവർക്ക് എന്താണ് സെക്ഷലി കളർഡ് റിമാർക്സ് എന്നുള്ളത് എടുത്തു പറയാൻ ഇവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എവിടേക്കോ ഇത് അറസ്റ്റ് ആദ്യം നടക്കട്ടെ, കുറ്റം പിന്നീട് കണ്ടുപിടിക്കാം എന്നൊരു മട്ടിലേക്ക് പോയതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പം ഇനി മുമ്പോട്ട് പോകാൻ അത്രയേ ഉള്ളൂ.